സംസ്ഥാനത്ത് ഇപ്പോൾ മഴക്കെടുതിയിൽ 4 മരണമാണ് സംഭവിക്കുന്നത്. ഇടുക്കി അടൂർ മലയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. ഇടുക്കി കുടയത്തൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. കാണാതായ സുമതിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ആണല്ലേ, ആ ലൊക്കേഷൻ നോക്ക്. അപ്പൊ ഈ ഏരിയയിലുണ്ടാവും. വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചു. പൂഞ്ഞാർ തീക്കോയി പയ്യാനത്തോട്ടത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. ജോസഫിന്റെ മകൻ ജോണിയാണ് മരിച്ചത്. ജോസഫിന്റെ അമ്മയെ കാണാതാവുകയും ചെയ്തു. ഇവരുടെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. കൊല്ലം തങ്കശ്ശേരിയിൽ വെള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. റാന്നി ടൗൺ വെള്ളത്തിൽ മുങ്ങി. മീനച്ചിലാറിൽ ഒഴുക്ക് ശക്തമായി. പാലാ ടൗണിൽ വെള്ളം കയറി. കിഴതടിയൂരിൽ മുട്ടോളം വെള്ളമാണ് ഇരു റോഡുകളിലും ഉണ്ടാകുന്നത്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. കോതമംഗലത്ത് താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി. അടിമാലിയിലും സ്ഥിതി രൂക്ഷമാണ്. സാധനം മാറ്റുമോ കടയത്തെ? ആ കാറ് കെട്ടിയിട്ടില്ലെങ്കിൽ കാർ ഒഴുകും, കയറ് പൊങ്ങിയ ഒഴുകും. ഉപ്പുതറ മത്തായിപ്പാറയിൽ മണ്ണിടിച്ചിലിൽ പോലീസ് ജീപ്പ് മണ്ണിനടിയിൽപ്പെട്ടു. വണ്ടിപ്പെരിയാറ്റിൽ തോട് കരകവിഞ്ഞു. വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 8 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 9 ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിങ്ങാപ്പുഴ ഏകദേശം വെള്ളം കയറി പകുതിയായി തുടങ്ങിട്ടോ. ആംബുലൻസുകളൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് പ്രേക്ഷകരെ, വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ ഈ കാണുന്ന മധ്യ കേരളത്തിൽ ഉണ്ടാകുന്ന മഴയൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഏകദേശം ഒരു 2-3 മണിക്കൊക്കെ ആരംഭിച്ച ശക്തമായ മഴ അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ആകുമ്പോഴേക്കും പലയിടത്തും മുട്ടോളം വെള്ളം എത്തുന്നത്, കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം, വണ്ടികൾ മണ്ണിലടിയിൽപ്പെടുന്ന സാഹചര്യം. ഇത് പാലയാണ്. പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ പാലാ ടൗൺ ആണ്. നമുക്ക് കാണാം, ആ വെള്ളത്തിൻ്റെ പൊക്കം നമുക്ക് കാണുമ്പോൾ തന്നെ ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. നമുക്ക് മുന്നിൽ തന്നെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഉള്ളതാണ്. കേരളം എത്ര സാഹചര്യങ്ങൾ ഇതുപോലെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മഴയും ഇതുപോലെ ശക്തമായി പെയ്യുമ്പോൾ പ്രത്യേകിച്ച്
നമുക്ക് ആദ്യം പ്രത്യേകിച്ച് പത്തനംതിട്ടയിലാണ് പോകേണ്ടത്. അവിടെ ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, അവിടെ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? ഇപ്പോഴും മഴ ശക്തമായി പെയ്യുന്നുണ്ടോ? ഒരു ഭീതിയോടുകൂടി തന്നെ ചോദിക്കട്ടെ, വരും മണിക്കൂറുകളിലും ഇതേ രീതിയിൽ ശക്തമായി മഴ തുടരുകയാണെങ്കിൽ ഒരു സാധ്യത, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നൊരു ഭീതി ജനങ്ങൾക്കിടയിലുണ്ട്, പ്രേക്ഷകർക്കിടയിലുണ്ട്, അവർ കമൻ്റായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാഹചര്യം അവിടെ നിലവിലുള്ളത്? ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി. പ്രത്യേകിച്ച് റാന്നിയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി റാന്നി ടൗണിൽ പൂർണ്ണമായും മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. മാമുക്ക് മുതൽ വലിയ പാലം വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയതോടെ കടകളിലെല്ലാം വെള്ളം കയറിയ സാഹചര്യമുണ്ട്. കടകളെല്ലാം മുങ്ങിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ആ റാന്നി ഭാഗത്തുണ്ടായിട്ടുണ്ട്. രാത്രി 2 സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഉരുൾപൊട്ടൽ അല്ലാതെ മണ്ണിടിച്ചിലാണെന്ന് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന് കൊക്കാത്തോട് നെല്ലിക്കാപ്പാറയിലും 2 ഏക്കതോട് ഭാഗത്തുമാണ് തൂമ്പക്കുളത്തുമാണോ ഈ മണ്ണിടിച്ചുണ്ടായാലും ഇതിലും വലിയ രീതിയിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ഇതത്തോറും മണിയാറ്, കക്കാട്ടാറ്, അതുപോലെ തന്നെ കല്ലാറ് തുടങ്ങിയ ആറുകളെല്ലാം നദികളെല്ലാം സ്വാഭാവികമായും വലിയ രീതിയിലുള്ള അച്ചൻകോലാർ അടക്കമുള്ള വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ട്. പല സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള വലിയ നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഈ മഴയുമായി ബന്ധപ്പെട്ടത്. അതായത് കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ അതിതീവ്ര മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം സ്വാഭാവികമായും നദികളിൽ ഒലിച്ചിറങ്ങും. അതുകൊണ്ട് തന്നെ ആറന്മുള, പന്തളം തുടങ്ങിയ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ഈ നദീ തീരത്തോട് താമസിക്കുന്ന ആളുകളാണ് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അതിൽ ഈ കോന്നി താലൂക്കിലും അതുപോലെ തന്നെ റാന്നി താലൂക്കിലുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഈ മഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് നൽകാനുള്ള വിവരം. അതിൽ റാന്നി പൂർണ്ണമായും ഈ ഉപാസനക്കടവ് അടക്കമുള്ള വലിയപാലം അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അടൂരിൽ പല സ്ഥലങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം പതിച്ച് ഗതാഗത തടസ്സം ഉണ്ടായിട്ടും അവിടെയും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഗതാഗതം പൂർണ്ണമായി പല സ്ഥലത്തും തടസ്സപ്പെട്ട, ചിലയിടങ്ങളിൽ ഭാഗികമായി തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. കോന്നിയിലെ വയക്കര എന്ന് പറയുന്ന ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥലമാണ്. കൊക്കാത്തോട്ടിലേക്കുള്ള ആ പ്രദേശത്തുള്ള ആളുകളുടെ സഞ്ചാരം ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഈ നദികളുടെ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളം കയറിയതോടെ ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ആളുകളെല്ലാം നേരത്തെ പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണിടിച്ചിലുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലത്ത് നിന്നും മാറ്റിപ്പാർത്തിട്ടുണ്ട്. ജില്ലയിലെ റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോളേജുകൾക്കും പൂർണ്ണമായി അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകൾ ജാഗ്രത ഇരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നദികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയെ നിരക്ക് സ്വാഭാവികമായും കക്കാട്ടാറ്, മണിമലയാറ്, അച്ചൻകോലാറ്, പമ്പ ഈ 3 നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നതിലും വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ആളപായമോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ കൊണ്ടും കൃഷിനാശം കൊണ്ടും ഒപ്പം കടകളിൽ വ്യാപാരികൾക്കും അടക്കം വലിയ രീതിയിൽ നാശനഷ്ടം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല ശശിനാരായണൻ, നിലവിലത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നൊരു സാഹചര്യമാണ്. കാരണം വരും മണിക്കൂറുകളിലെ കാര്യം പറയുമ്പോൾ നിലവിലത്തെ മഴ ഇപ്പോൾ ശമനം ഉണ്ടോ അതോ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണോ? നേരിയ തോതിൽ റാന്നിയിലൊക്കെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഈ വരുന്ന വെള്ളം മലയിൽ നിന്നും വരുന്ന വനങ്ങളിൽ നിന്ന് എത്തുന്ന വെള്ളം നദികളിൽ ഉയരുന്നുണ്ട്. അത് ഇന്ന് രാത്രി പെയ്ത മഴയോടുകൂടി വരുന്ന വെള്ളമാണ്. സ്വാഭാവികമായും നദിയിൽ ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളെടുത്താണ് പല സ്ഥലങ്ങളിലും ഈ വെള്ളം ഒഴുകി താഴ്ന്ന പ്രദേശങ്ങൾ. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. മഴയ്ക്ക് അല്പം നേരിയ ശമനമുണ്ട്. ചാറ്റൽ മഴയാണ് പല സ്ഥലത്തും. പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമാണ്. പല സ്ഥലങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ പത്തനംതിട്ടയിൽ നിൽക്കുന്നത്. റാന്നിയും കോന്നിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. പലരും അവഗണിക്കാറുണ്ട്. പക്ഷേ അത് പാലിക്കുക, അത് പാലിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. മത്സ്യബന്ധനത്തിന് ഇറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങാതിരിക്കുക. പല സാഹചര്യങ്ങളും നമ്മളത് കണ്ടിട്ടുണ്ട്. വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്ന നിർദ്ദേശം കിട്ടുമ്പോൾ പോലും ഇറങ്ങുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം. ആശ്വാസകരമായ കാര്യം ശശിനാരായണൻ്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാവുന്നത് നിലവിൽ കുറച്ചിടങ്ങളിൽ മാത്രമാണ് മഴ പെയ്യുന്നത്. അതും ഒരു ചെറിയ ചാറ്റൽ മഴ. പക്ഷേ ഒരു മേഘാവൃതമായ അന്തരീക്ഷം
കുറച്ചും ഒരു മോശമാണ്, അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിലവിൽ നിൽക്കുന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. കാരണം റാന്നിയൊക്കെ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ്. വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല, ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ. ഇതെല്ലാം കുറച്ചധികം മണിക്കൂർ കൊണ്ടാണ്. പക്ഷേ അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഇത്ര വേഗത്തിൽ മഴ പെയ്യുക, ഇത്രയും മില്ലിമീറ്റർ മഴ കുറച്ചധികം മണിക്കൂറിനുള്ളിൽ പെയ്യുക എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യം. അത് ഇനി വരും മണിക്കൂറുകളിൽ തുടരുകയാണെങ്കിലാണ് ഒരു പ്രളയസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമോ കേരളം എന്നുള്ള ഭയപ്പാടിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ജാഗ്രത പാലിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഭീതി ഉണ്ടാക്കാനോ വീടുകളിൽ ഇരിക്കുന്ന ആളുകളെ ഭയപ്പെടുത്താനോ വേണ്ടിയിട്ടോ അല്ല. പക്ഷെ സാഹചര്യം നമ്മൾ സാധാരണ പെയ്യുന്ന മഴ പോലെ കാണരുത്